അംഗീകരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ കേരളക്കാരെ കൂട്ടുപിടിക്കണ്ട. ശാരീരിക അഭിപ്രായം PR ഉണ്ട് ജയിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു വിന്നറായില്ല? അയാൾ നല്ല പോലെ കാശ് വരുന്നത് എല്ലാവർക്കും അറിഞ്ഞ കളിക്കായിരുന്നില്ലേ? എന്തേ ഈ വിന്നറായിട്ട് എന്താണ് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്? രീതിയൊന്നുമല്ല, കഴിവുകൊണ്ട് തന്നെയാണ് അല്ലെ? കഴിവുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്, ജനവിധി വന്നിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യക്കേടിന്റെ ഭാഗത്താണ് ജാസ്മിനെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അല്ലെ? ജാസ്മിനെ കപ്പ് കിട്ടാത്തതിലാണ് ഇത്രയും വിഷമം, ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതാണ് ഇത്ര വിഷമം ഒക്കെ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞാലും എനിക്ക് നല്ല വിഷമമാണ്. മണ്ടത്തിന് വിളിക്കാൻ കാര്യങ്ങൾ മണ്ടത്തിന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. കപ്പ് കിട്ടാത്ത വിന്നറാവാത്ത ജാസ്മിന് ഇത്ര വിഷമം ഉണ്ടാവില്ല. എവിടേക്ക് ശാരികയാണ് ഉള്ളു പൊള്ളുന്നത്, ആ മനസ്സ് നോവുന്നു, തൊണ്ടിടറുന്നു. എന്താണ് ശാരിക? ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്പൊക്കെ കിട്ടി അറിഞ്ഞല്ലോ അല്ലെ? ഇത് എന്താണ് മുഖത്ത് ഭയങ്കര വിഷമമുണ്ടല്ലോ? ഇത് ജാസ്മിന് കപ്പ് കിട്ടാത്തതുകൊണ്ടാണോ ജിൻഡയ്ക്ക് കപ്പ് കിട്ടിയതുകൊണ്ടാണോ? എന്താണ് ഇതൊരു മത്സരമല്ലേ? ജാസ്മിനായാലും ജിൻഡോയ്ക്കായാലും കപ്പ് കിട്ടണതാണ്. പക്ഷേ പ്രസ്താവനകളൊക്കെ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു അല്ലെ? കാരണം ഇന്നേ വരെ ഉള്ള ചർച്ചകളിൽ ഒരിക്കൽ പോലും ശാരിക പറഞ്ഞിട്ടില്ല കപ്പിന് എല്ലാവരും യോഗ്യരാണ്, ആർക്ക് വേണമെങ്കിലും കിട്ടാമെന്ന് ഒരു രീതിയിൽ പോലും പറയാത്ത ആളാ. ജാസ്മിനെ കിട്ടൂ, ജാസ്മിൻ മാത്രമേ വാങ്ങൂന്ന് പറഞ്ഞ ഒരാള് ഇപ്പൊ പറയുന്നു കപ്പാണ് ആർക്ക് വേണമെങ്കിലും കിട്ടാന്നൊക്കെ പറയുന്നു. മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രീതിയൊന്നുമല്ല, കഴിവുകൊണ്ട് തന്നെയാണ് അല്ലെ? കഴിവുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്, ജനവിധി വന്നിട്ടുണ്ട്. ഈ വിന്നറായിട്ട് എന്താണ് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്? ആരെങ്കിലും 5 പേരിൽ മറ്റുള്ള ആളുകൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത മറച്ചു നിൽക്കായിരുന്നു ശാരികയ്ക്ക്. കാരണം ഇതുവരെ ശാരികയ്ക്ക് ഊണിലും ഉറക്കത്തിലും ജാസ്മിന് കപ്പ് ഊണിലും ഉറക്കത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അല്ലെ? അപ്പൊ കൃത്യമായിട്ട് ഇവിടെ വന്നുള്ള ശനിദശയുടെ ചർച്ചകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ശാരികയ്ക്ക് അറിയാം. ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരെ പരിഗണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല അല്ലെ? വാക്കുകൊണ്ട് പോലും എന്നുള്ള രീതിയിലേക്ക് അല്ലെ? എനിക്ക് തോന്നുന്നു ശരിക്കും എന്തോ ഒരു ഭാഗ്യക്കേടിന്റെ ഭാഗത്താണ് ജാസ്മിനെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അല്ലെ? ഇവിടെ വന്നപ്പോ ഒരു കപ്പ് കിട്ടും, ഒരാള് വിന്നർ ആയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ ഇപ്പോഴും എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടായി നിൽക്കുന്നത്? എനിക്ക് ഒരു സംശയം ആദ്യമേ ചോദിച്ചോട്ടെ, ജാസ്മിനെ കപ്പ് കിട്ടാത്തതിലാണ് ഇത്രയും വിഷമം, ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതാണ് ഇത്ര വിഷമം. അതിനൊരു ഉത്തരവുണ്ടോ? എന്താണ് എന്നെയാണ് വിഷമം? ബാക്കി ആർക്കെങ്കിലും കിട്ടാൻ കുഴപ്പമില്ലായിരുന്നു? ബാക്കി അവർ അത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗെയിമറും ആയിരുന്നു. അങ്ങനെ ക്യാരക്ടർ നോക്കാൻ വേണ്ടിയിട്ട് നിന്നുള്ള രീതിക്ക് മത്സരം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിക്ക്. അപ്പൊ അവിടെ വരുന്ന സാധനം ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ ഗെയിംസ് ആണ് നോക്കും, ടാസ്ക് നോക്കും, സപ്പോർട്ട് നോക്കും, ഇതൊക്കെ വരും. ഫാൻസ് കൊണ്ട് മാത്രമാണ് വിന്നർ ആവുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഫൈനലി അതിന്റെ ഒരു വിന്നർ ആവുമ്പോ അല്ലെ? വിന്നർ ആവുമ്പോ അത് അംഗീകരിക്കുക തന്നെ വേണം. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ എന്തൊക്കെ പരാമർശങ്ങൾ വന്നാലും കൃത്യമായിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലെ? ഇത്രയും കണ്ടസ്റ്റൻസ് ഇവിടെ വന്നു, ഇത്ര പേര് ലക്ഷ്യം വന്നു അല്ലെ? മുഖത്തൊരു തെളിച്ചല്ലോ. നൂഷാറായി പറഞ്ഞ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയെന്ന് ഇടയ്ക്കാണ്. എന്തുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്താലും, ആരെ കുറിച്ചൊക്കെ സംസാരിച്ചാലും, എന്ത് വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിച്ചാലും ഫൈനലി ഒരാൾ വിന്നർ ആയിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കുക തന്നെ വേണം. അതിനൊരു വിഷമം ഇത് അതിന്റെ ബോഡി ലാംഗ്വേജും സംസാരം തമ്മിലൊരു ബന്ധമില്ല ശാരികയ്ക്ക്. അപ്പൊ ഒരു വിന്നർ ആവുമ്പോ എത്രയൊക്കെ ചർച്ചകൾ വന്നാലും ഇതിപ്പോ ഈ ആര് വിന്നർ ആയാലും നമുക്കായി ബന്ധപ്പെട്ട കിടക്കുന്ന ആളുകളല്ല അല്ലല്ലോ. അപ്പൊ ആരുമല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലെ? ആരുമല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനൊരു വിന്നർ ആവുമ്പോ ആ വിന്നർ അംഗീകരിക്കണം എന്നുള്ള രീതിയിലേക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു അല്ലെ? എത്രയൊക്കെ വന്ന് പറഞ്ഞാലും മറ്റുള്ളവരൊക്കെ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞാലും ആ വിഷമം ഒരു ഇതിൽ വിഷമിക്കണ്ട. കാരണം അത്രയും ഒരു ഇതിൽ വിഷമിക്കണ്ട. കഴിവുള്ളവർ വിജയിച്ചിട്ടുണ്ട്, കഴിവുള്ളവരോട് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഇതിൽ വിഷമിക്കേണ്ടതില്ല. പറഞ്ഞു സത്യം പറയുന്നു പറഞ്ഞതാ. എത്രയൊക്കെ
എത്ര ചോദിച്ചാലും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോലും സത്യം അങ്ങ് വരും. ഷാരിക്കാണെങ്കിലും വരും, ആർക്കാണെങ്കിലും വരും അല്ലെ. ഷാരിക്ക് വരെ സംഭവിച്ചു. എത്രയൊക്കെ വന്നാലും ഒരു സീസന്റെ തുടക്ക സമയത്ത് തന്നെ മറ്റു കണ്ടസ്റ്റന്റുകൾ അല്ലെ മണ്ടരെന്ന് വിളിച്ച ആ മണ്ടരെന്ന വിളിപ്പേര് ഒപ്പം പൊതുജനങ്ങൾ കൂടി എന്നുള്ള രീതിയിലേക്ക് കമന്റ് ബോക്സിലും അല്ലെ അഭിപ്രായങ്ങളിലും എവിടെയൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള അല്ലെ. അങ്ങനെ വന്ന മണ്ടരൻ തന്നെ വിന്നർ എന്നുള്ള മാറ്റി വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെ അത് ചെറിയൊരു കാര്യമല്ല അല്ലെ. ശാരിക തന്നെ അത്രയും മോശമായി പറഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ എന്നുള്ള രീതിയിലേക്ക് മണ്ടൻ പരിവേഷത്തിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ സ്റ്റേജിലും കളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വിന്നറായിട്ടുണ്ടെങ്കിൽ ആ വിന്നറിനെ അംഗീകരിക്കൂ അല്ലെ. വിന്നറിൽ അങ്ങനെ അംഗീകരിക്കൂ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ആ സ്റ്റേജിനനുസരിച്ചിട്ടും മാറി സാഹചര്യത്തിന് ആക്കിയിട്ട് വന്നില്ലേ. എന്തുകൊണ്ട് പി ആർ വർക്കും ഉണ്ട് ജയിക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവര് വിന്നറായില്ല? അയാൾ നല്ല പോലെ കാശ് വരുന്നു. എല്ലാവർക്കും അറിഞ്ഞ് കളിക്കായിരുന്നില്ലേ? എന്തേ അവരൊക്കെ കണ്ടോ ജിൻഡോ കാശ് തന്നിട്ട് പി ആർ വർക്ക് കഴിഞ്ഞത് ശാരി കണ്ടോ? ഇത് ഞാൻ ചോദിക്കട്ടെ, എന്ത് രീതി കേട്ടാലാണ് ശാരിക്ക് സമാധാനം കിട്ടുക? ജിൻഡോ ഭിന്നറായി എന്നുള്ള ന്യൂസിനെ, ജിൻഡോ ഭിന്നറായി എന്നുള്ള ഒരു വസ്തുതയെ ശാരിക്ക് എന്ത് കേട്ടാലാണ് മറുപടി കേട്ടാലാണ് ഇന്ന് ശാരിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക? ഉറക്കം പോയില്ലേ? ഇപ്പോഴും എവിടെയൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരുന്നു. സത്യത്തെ അംഗീകരിക്കൂ, വസ്തുതയെ അംഗീകരിക്കുന്നു. അവിടെ ബിഗ് ബോസ് 6 അവസാനിച്ചിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ ടൈറ്റിലെ ജിൻഡോന്റെ പേരിൽ വന്നിരിക്കുന്നു. അദ്ദേഹം പല രീതിയിലേക്ക് വന്നിരിക്കുന്നു അല്ലെ. വന്നു ആ വിന്നർ ആയി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഇകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കേരളക്കരെ കൂട്ടുപിടിക്കണ്ട, ശാരീരിക അഭിപ്രായം പറയും. കൂട്ടുപിടിക്കണ്ട, കേരളക്കാരെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലേക്കും ഒരേപോലെ നിങ്ങളിലേക്ക് വരണം അല്ലെ. അഭിപ്രായം ഒരേപോലെ അങ്ങനെ പി ആർ വർക്കുണ്ടെങ്കിൽ എന്ത് കിട്ടാലാണ്, എന്ത് മറുപടി കേട്ടാലാണ് ശാരീരിക്ക് സന്തോഷം വരിക? ഒരു പക്ഷെ കപ്പ് കിട്ടാത്ത വിന്നറാവാത്ത ജാസ്മിൻ ഇത്ര വിഷമം ഉണ്ടാവില്ല. എവിടേക്ക് ശാരീരിക്കാണ് ഉള്ളു പൊള്ളുന്നത്, ആ മനസ്സ് നോവുന്നു, തൊണ്ടിടറുന്നു. എന്താണ് ശാരിക, എന്താണ് പറ്റുന്നത്? എവിടേക്ക് വിങ്ങി പൊട്ടുന്നു? ഒന്ന് ശാരിക ഒന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നു. ജിൻഡോ വിന്നറായാല് പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്തൊക്കെ വന്നാൽ പോലും, ചർച്ചകളൊക്കെ വന്നാൽ പോലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. വേണ്ടേ? ഒരാൾ വിന്നറായി, ആ വിന്നറായി കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പഠിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത് അല്ലെ? ലാലേട്ടൊന്നും കൂട്ടുപിടിക്കല്ലേ? ലാലേട്ടൻ അവിടെ മാന്യമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അല്ലെ. അപ്പൊ അവിടെ നിന്നുകൊണ്ട് പിന്നെ ലാലേട്ടൻ ആഗ്രഹിക്കുന്നത്, ലാലേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടാ? ലാലേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടാ? പുള്ളി മിനിയോണ്ടാണ് ഷോ അതുവരെ ചെയ്തത് അല്ലെ. പുള്ളി മിനിയോണ്ടാണ് ഷോ വെച്ചത്. ശാരികയുടെ അഭിപ്രായം പറയാം. ലാലേട്ടൻ കൂട്ടുപിടിക്കല്ലേ? ലാലേട്ടൻ കൂട്ടുപിടിക്കല്ലേ? ലാലേട്ടൻ എന്ത് കപ്പ് കൊടുക്കുന്ന ഇഷ്ടക്കേട് കൊണ്ടാണോ? ഇഷ്ടക്കേട് കൊണ്ടല്ല, ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ നല്ലൊരു തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ ലാലേട്ടനെ കൂട്ടുപിടിക്കാൻ പറ്റും ശാരിക? ശാരിക ഈ വെള്ളത്തിലും കാലിലോട്ടും ഈ വെള്ളത്തിലും കാലിലോട്ടും രണ്ട് വെള്ളം രണ്ട് വഴിക്ക് പോയി ശാരിക വെള്ളത്തിൽ വീഴും ചെയ്യും അല്ലെ. അപ്പൊ അല്ലെ പറയുന്നത് ഇപ്പൊ വിഷമിക്കരുത്. ഞാൻ പറയുന്നത് അംഗീകരിക്കുന്ന സമയത്ത് നമ്മൾ അംഗീകരിക്കണം. ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചിരിക്കുന്നു. അതിനൊരു ടൈറ്റിൽ വിന്നർ വന്നിരിക്കുന്നു. അവന്റെ പേര് ജിൻഡോ എന്നാണ്. ബാക്കി എല്ലാവരും അംഗീകരിച്ചിട്ടും ശാരിക്ക് ഇപ്പോഴും ഉറക്കം കിട്ടാത്ത പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്നു. എന്തിനാണ് ആ വിഷമം? ഒരു വിന്നർ അംഗീകരിക്കൂ, ഒരു വിന്നർ അംഗീകരിക്കൂ അല്ലെ. എന്തിനാണ് ഞെട്ടരുത്? ഞാൻ പറയുന്നത് ഒരു വിന്നറെ അംഗീകരിക്കൂ അല്ലെ. എല്ലാവർക്കും വായിൽ നാക്കണ്ട, എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത എന്തിനാണ് റോഹൻ എന്റെ വിഷമത്തെ കുറിച്ച് പറയുന്നത്? പിന്നെന്തിനാണ് വിഷമം? പക്ഷെ അങ്ങനെ വിളിക്കാൻ നടന്നവരെ സപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടിയാണ് ശാരിക. അതെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ രീതിയിലേക്ക് വിന്നറോളം വരില്ലല്ലോ റണ്ണർ, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് അല്ലെ. അപ്പൊ എന്തായാലും ശാരിക കീപ് കാം. അപ്പൊ ഈ വസ്തുത മനസ്സിലാക്കുക. ടൈറ്റിൽ വിന്നർ വന്നിരിക്കുന്നു, അത് ജിൻഡോ ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും ദിവസത്തെ ചർച്ചകൾ കേരളക്കര തീർച്ചയായിട്ടും സംസാര വിഷയങ്ങളും അല്ലെങ്കിൽ ഇത്രത്തോളം ഉറ്റുനോക്കിയ ഒരു ഷോ തന്നെയായിരുന്നു ബിഗ് ബോസ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെ. അപ്പൊ എന്തായാലും ആ ചർച്ചകൾക്കൊപ്പം കണ്ടന്റുമായിട്ടാണെങ്കിൽ ഷോകളായിട്ടും ഡിബേറ്റുകളായിട്ടും മൈൽ സ്റ്റോൺ മേക്കേഴ്സും ഉണ്ടായിരുന്നു ശരി ദിശയിലൂടെ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 തീർന്നു. എന്ത് തന്നെ പരാമർശ വിവാദങ്ങളുണ്ടായിരുന്നു, അതിന് എൻഡ് ഓഫ് ദി ഡേ ഒരു വിന്നർ കിട്ടിയിരിക്കുന്നു. അതിനൊപ്പമുള്ള ചർച്ചകൾ കൂടി ഇവിടെ ശനിദിശയിലൂടെ
ബിഗ് ബോസ് ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു, പക്ഷേ ശനിദേശ അവസാനിക്കുന്നില്ല അല്ലേ? അതെ, അതെ. ഒരുപക്ഷെ ബിഗ് ബോസ് വിശേഷങ്ങൾ ഇനി വരുന്നത് ഇതേപോലെ അൾട്ടിമേറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അടുത്തൊരു സീസൺ വരുമ്പോഴായിരിക്കും. പക്ഷേ ശനിദിശയിലെ സംവാദങ്ങൾ തുടരുക തന്നെ ചെയ്യും. നമ്മൾ ഇനിയും കണ്ടുമുട്ടുക തന്നെ ചെയ്യും.